ഹലോ ഗായ്സ്, ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്ന ഞങ്ങളുടെ വീട്ടുമുറ്റത്തെ പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. ഇതിവിടെ ഞങ്ങൾ നട്ടമൊന്നുമല്ല, എങ്ങനെയോ വീണ് പൊടിച്ചാണേ. ഒരു ചെറിയ കമ്പിലിങ്ങനെ കുറച്ച് വള്ളികളായിട്ട് ചുറ്റിപ്പറന്നിങ്ങനെ നിൽക്കുവാണ്. ഇപ്പം നമ്മൾ നോക്കിയപ്പോൾ അതിനകത്ത് കുറേ മൊട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഈ മൊട്ടൊക്കെ എല്ലാം പാഷൻ ഫ്രൂട്ടാവുമെന്നറിയത്തില്ല. കുറേ നിൽപ്പുണ്ട്, കുറേ പിടിച്ചിട്ടുണ്ട്. അതേപോലെ ദാണ്ട് ഇടയ്ക്ക് ഇങ്ങനെ കായൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. ഇത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കൂട്ടം ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ഇങ്ങനെ വള്ളിപ്പടർപ്പായിട്ട് ഇങ്ങനെ ചുറ്റിപ്പോ ഒരുപാട് ഇങ്ങനെ മുട്ടിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇതിങ്ങനെ ഒരു ചെറിയ കമ്പിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഈ പാഷൻ ഫ്രൂട്ട് സാധാരണ 2 കളറാണ് ഉള്ളതെന്ന് തോന്നുന്നു, യെല്ലോയും പർപ്പിളും. ഇത് പർപ്പിളാണ് കേട്ടോ. ഇതിപ്പോൾ പർപ്പിളൊന്നും ആയിട്ടില്ല, ഇത് ഇപ്പോൾ പിഞ്ചല്ലേ. ഇത് കുറച്ച് ഇനി ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇത് ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ കളർ മാറും. നല്ല പർപ്പിൾ കളറാവും. അത് നല്ല മധുരമാണ് കഴിക്കാൻ. ഇത് സാധാരണ നല്ല ന്യൂട്രീഷണൽ ബെനിഫിറ്റുള്ള ഫ്രൂട്ടാണെന്നാണ് പറയുന്നത് കേട്ടുള്ളത്. ഇതിൻ്റെ ഫൈബറും വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും അതുപോലെ പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് ഫ്രഷായിട്ടോ ജ്യൂസായിട്ടോ അതുപോലെ തന്നെ സലാഡിലൊക്കെ മിക്സ് ചെയ്തും അതുപോലെ തന്നെ സ്മൂത്തീസിലൊക്കെ ആഡ് ചെയ്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് കുടലിൻ്റെയൊക്കെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണിന് നല്ല കാഴ്ചയ്ക്കൊക്കെ നല്ലതാണ്. ഇതതിൻ്റെ പൂവാണ്, നല്ല ഭംഗിയിലെ പൂവാണല്ല. ഇത് വിളഞ്ഞിട്ടില്ല കേട്ടോ, കുറച്ച് സമയം എടുക്കും.